ഒരു IPO തയ്യാറാക്കാൻ ഒരു കമ്പനി സാധാരണയായി എന്തൊക്കെ ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? മീറ്റിംഗുകൾ, ഇമെയിലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ഡോക്യുമെന്റുകൾ. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ IPOകളിൽ ഒന്നായി റിലയൻസ് ചെയ്തത് ഇതൊന്നുമല്ല. പ്രോജക്ട് ജൂപ്പിറ്റർ എന്ന അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് ജിയോയുടെ IPO തയ്യാറാക്കിയത്. ഡോക്യുമെന്റുകൾ പോലും ഇമെയിൽ ചെയ്തില്ല. ഡിജിറ്റൽ ഫയലുകൾ പരമാവധി ഒഴിവാക്കി. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ പദ്ധതിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. ജിയോ IPOയ്ക്ക് ഇത്രയും രഹസ്യ സ്വഭാവം നൽകാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. 2025 ഓഗസ്റ്റിൽ മുകേഷ് അംബാനി ജിയോയെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അതിനു മാസങ്ങൾക്ക് മുൻപ് തന്നെ റിലയൻസിനുള്ളിൽ ഒരു രഹസ്യ പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നു. അതിന്റെ കോഡ് നാമമായിരുന്നു പ്രോജക്ട് ജൂപ്പിറ്റർ. രാജ്യത്തെ ഏറ്റവും വലിയ IPO കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സാധാരണ വലിയ പദ്ധതികളിൽ ഇമെയിലുകളും ഓൺലൈൻ ഫയലുകളും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രോജക്ട് ജൂപ്പിറ്ററിൽ പ്രധാന രേഖകളെല്ലാം അച്ചടിച്ച കോപ്പികളായാണ് കൈമാറിയത്. വിവരം നേരത്തെ പുറത്തായാൽ ഓഹരി വിപണിയിലും നിക്ഷേപകരിലും ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനാണ് വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചത്. 3 വലിയ വെല്ലുവിളികളാണ് റിലയൻസ് ഇതിൽ നേരിട്ടത്. ഒന്നാമത്, സെബിയുടെ കർശനമായ IPO നിയമങ്ങൾ. രണ്ടാമത്, മെറ്റ, ആൽഫബറ്റ്, KKR പോലുള്ള വമ്പൻ നിക്ഷേപകരെ ഈ പ്ലാനിൽ സമ്മതിപ്പിക്കുക. മൂന്നാമത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ IPOയുടെ ഘടന രഹസ്യമായി തയ്യാറാക്കുക. പ്രോജക്ട് ജൂപ്പിറ്ററിന്റെ ഭാഗമായി IPO പ്ലാനിൽ തന്നെ വലിയൊരു മാറ്റം റിലയൻസ് വരുത്തി. ആദ്യം നിലവിലെ ഓഹരി ഉടമകൾ അവരുടെ ഓഹരികൾ വിൽക്കാനാണ് ആലോചിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റി. പകരം പുതിയ ഓഹരികൾ വിപണിയിൽ ഇറക്കി സമാഹരിക്കുന്ന പണം നേരിട്ട് ജിയോയുടെ ഭാവി വികസനത്തിനായി ഉപയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ജിയോ IPO വഴി ഏകദേശം $4 ബില്യൺ, അതായത് 34,000 കോടി രൂപയോളം സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജിയോയുടെ മൊത്തം മൂല്യം 17 ലക്ഷം കോടി രൂപയിലധികം വരുമെന്നാണ് വിപണിയിലെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ IPOകളിൽ ഒന്നായി മാറും. പ്രോജക്ട് ജൂപ്പിറ്റർ എന്നത് വെറും ഒരു IPO പ്ലാൻ മാത്രമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഇടപാടുകളിൽ ഒന്ന് രഹസ്യമായി നടപ്പിലാക്കാൻ റിലയൻസ് സ്വീകരിച്ച തന്ത്രമായിരുന്നു അത്. ജിയോ ഓഹരി വിപണിയിൽ എത്തുമ്പോൾ ഇന്ത്യൻ ടെലികോം മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ബിസിനസ് വാർത്തകൾക്കും സാമ്പത്തിക വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.